ഹായ്. വീട് പണിയുമ്പോൾ അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടും സേഫ് ആയിട്ടും പണിയണം തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണിയുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന സ്റ്റീൽ ബാസിന്റെ ക്വാളിറ്റിയുടെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഇരുമ്പ് കമ്പി എടുക്കാൻ പോകുമ്പോൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള രണ്ട് കാറ്റഗറീസ് ആണ് പ്രൈമറി സ്റ്റീൽ ബാസും അതുപോലെ സെക്കൻഡറി സ്റ്റീൽ ബാസും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അഡോൺ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. ആദ്യമായി നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ ബാസിന്റെ ഹയർ ക്വാളിറ്റി ഗ്രേഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഹയർ ക്വാളിറ്റി ഗ്രേഡ്സ് പൊതുവെ മാർക്ക് ചെയ്യുന്നത് FE 500, 550, 600 എന്നിങ്ങനെയാണ്. ഇത് പ്രൈമറി സ്റ്റീൽ ബാസിനും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റീൽ ബാസിനും ഉണ്ട്. പ്രൈമറി സ്റ്റീൽ ബാസ് എന്ന് പറയുമ്പോൾ ഇത് ഇരുമ്പയിരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിർമ്മിച്ചെടുക്കുന്ന സ്റ്റീൽ ബാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലോ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ യൂണിഫോമിറ്റിയിലോ ഒന്നും യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ബാസ് തന്നെയായിരിക്കും പ്രൈമറി സ്റ്റീൽ ബാസ്. അതേസമയം സെക്കൻഡറി സ്റ്റീൽ ബാസ് എന്ന് വെച്ചാൽ അത് റീസൈക്കിൾഡ് അല്ലെങ്കിൽ സ്ക്രാപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റീൽ ബാസ് ആണ്. ഈ സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും ആവാം. കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആവാം, ഇൻഡസ്ട്രിയൽ ലെഫ്റ്റ് ഓവേഴ്സ് ആവാം, ഓൾഡ് വെഹിക്കിൾസിൻ്റെ സ്ക്രാപ്പ് ആവാം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതിൻ്റെ യൂണിഫോമിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത്തരം സ്റ്റീൽ ബാസിന് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റുമായിട്ടുള്ള ബോണ്ടിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാലക്രമേണ സ്ട്രക്ചറിൻ്റെ ബലക്കുറവിനൊക്കെ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. എന്നാൽ നമ്മൾ പ്രൈമറി സ്റ്റീൽ ബാസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അത്രത്തോളം വന്നില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന സെക്കൻഡറി സ്റ്റീൽ ബാസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ക്വാളിറ്റി ഗ്രേഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. FE 500, 550, 600 എന്നിങ്ങനെ. ഇത് നോക്കി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി സ്റ്റീൽ ബാസ് നമുക്ക് ആവശ്യമായ സുരക്ഷയും ബലവും ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീട് പണി ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റീൽ ബാസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാം. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ്റെ ഓരോ ഘട്ടത്തിലും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക.